ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കസ്റ്റമർ റീറ്റൻഷനാണ്. എന്താണ് കസ്റ്റമർ റീറ്റൻഷൻ? കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യുക. ഒരു കമ്പനി ആ കമ്പനിയുടെ പ്രോഡക്ട്സിലേക്ക് റീറ്റെയിൻ ചെയ്യുക എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കസ്റ്റമർ റീറ്റൻഷൻ ഈസ് മോർ പവർഫുൾ ആൻഡ് എഫക്റ്റീവ് ദാൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു പടി ഉയർന്ന ലെവൽ, അതാണ് കസ്റ്റമർ റീറ്റൻഷൻ. റീറ്റെയിൻ ചെയ്യുക കസ്റ്റമർ. ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങിക്കുന്നു, യൂസ് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, അവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടി. പക്ഷേ ആ കസ്റ്റമർ ഇനിയും അതേ കമ്പനിയുടെ പ്രോഡക്റ്റ്സ് തന്നെ വാങ്ങൂ, അതേ കമ്പനി പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ഇറക്കുമ്പോൾ അത് മാത്രമേ യൂസ് ചെയ്യൂ. അങ്ങനെ ആ ഒരു ബ്രാൻഡ് ആ ഒരു കമ്പനിയിൽ മാത്രം റീറ്റെയിൻ ചെയ്തു പോകാൻ ഒരു ഓർഗനൈസേഷന് സാധിക്കുന്നുവെങ്കിൽ, കസ്റ്റമേഴ്സിനെ ആ രീതിയിൽ ആ കമ്പനിയുടെ പ്രോഡക്ട്സിലേക്ക് മാത്രം റീറ്റെയിൻ ചെയ്ത് നിർത്താൻ ഒരു ഓർഗനൈസേഷന് സാധിക്കുന്നെങ്കിൽ, അതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനേക്കാളും ഒരു പടി ഉയർന്ന ലെവൽ. മീൻസ് കസ്റ്റമർ ആ ഒരു ബ്രാൻഡിൽ മാത്രമേ വാങ്ങൂ, ആ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യൂ, വേറൊരു ബ്രാൻഡും നോക്കുന്ന പോലുമില്ല, വേറൊരു ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്ട്സിലും താല്പര്യമില്ലാത്തൊരവസ്ഥ. മീൻസ് ആ ഒരു ഓർഗനൈസേഷന് തങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രമല്ല, കസ്റ്റമറിനെ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് റീറ്റെയിൻ ചെയ്ത് നിർത്താനും സാധിക്കുന്നു. So, what is the retention? It is the process of retaining the existing customer. നിലവിലുള്ള കസ്റ്റമറിനെ മറ്റൊരു ബ്രാൻഡിലേക്ക് പോവാതെ ഇതേ ബ്രാൻഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ കേപ്പബിൾ ആക്കുന്നു. എങ്ങനെ? ആ ലെവലിലുള്ള പ്രോഡക്ട്സുകൾ കസ്റ്റമറിലേക്ക് എത്തിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മറ്റൊന്നിലേക്കും കസ്റ്റമറിനെ വിടാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനേക്കാളും കൂടിയ ഒന്നാണ്. അപ്പോൾ അത്തരത്തിൽ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ സക്സസ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവീസ്, ഫോക്കസ് ഗ്രൂപ്പ്സ്, ഇൻ്റർവ്യൂസ് ആൻഡ് ഒബ്സർവേഷൻസ് ക്യാൻ ഹെൽപ്പ് ഡിറ്റർമൈൻ വാട്ട് കസ്റ്റമേഴ്സ് തിങ്ക് ഓഫ് എ സർവീസ് ഓർ എ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ കസ്റ്റമർ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാകും. എനിവേ, കസ്റ്റമർ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും മാത്രം സാറ്റിസ്ഫൈ ചെയ്യാതെ കസ്റ്റമറിനെ ഡിലേറ്റ് മോഡിലേക്ക് മാറ്റിക്കൊണ്ട് കസ്റ്റമറിനെ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കുന്ന ലെവലിലേക്ക് മാറണം. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷന് മാർക്കറ്റിൽ തങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കും. ദെൻ കസ്റ്റമർ റിറ്റൻഷൻ മൂവ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ടു ദ നെക്സ്റ്റ് ലെവൽ ബൈ ഡിറ്റർമൈനിങ് വാട്ട് ഈസ് ട്രൂലി ഇമ്പോർട്ടൻറ്റ് ദ കസ്റ്റമർ. കസ്റ്റമർക്ക് എന്താണ് ട്രൂലി ഇമ്പോർട്ടൻറ്റ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോഴാണ് അവിടെ കസ്റ്റമർ റീറ്റെയിൻ ചെയ്യുക. കാരണം നമ്മളൊരു വ്യക്തി ഒന്നിൽ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നായിരിക്കണം അത്, നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒന്നായിരിക്കണം അത്. എന്ന് പറയുന്ന പോലെ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് കസ്റ്റമറിനെ ട്രൂലി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ ഒരു ഓർഗനൈസേഷൻ സാധിക്കുന്നുവെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് കസ്റ്റമേഴ്സ് റീറ്റെയിൻഡ് ആയി പോകും. ഇറ്റ് മേക്സ് ഷുവർ ദാറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സിസ്റ്റം ഫോക്കസസ് വാല്യുബിൾ റിസോഴ്സസ് ഓൺ തിങ്സ് ദാറ്റ് റിയലി മാറ്റർ ടു ദ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമറിന് എന്താണോ റിയലി മാറ്റർ ആയിട്ടുള്ളത് അത് കസ്റ്റമറിലേക്ക് എത്തിച്ചുകൊണ്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലെവലായ കസ്റ്റമർ റിറ്റൻഷനിൽ എത്തിക്കുന്നു. അപ്പോൾ കസ്റ്റമർ റിറ്റൻഷൻ എന്താണ്? റീറ്റെയിൻ ചെയ്യുക. കസ്റ്റമർ ഒരു കമ്പനിയുടെ പ്രോഡക്ട്സിൽ മാത്രം റീറ്റെയിൻ ചെയ്തു പോകുന്നു, മറ്റു ബ്രാൻഡിനെ കുറിച്ചോ മറ്റു കമ്പനികളെക്കുറിച്ചോ ഒന്നും ആലോചിക്കുന്നില്ല. ഈ ഒരു കമ്പനി മതി, ഈ ഒരു പ്രോഡക്റ്റ് മതി.
Then significance of customer satisfaction. 60% of organizations' future revenue will come from the എക്സിസ്റ്റിംഗ് കസ്റ്റമർ. അപ്പോൾ പുതിയൊരു കസ്റ്റമറിനേക്കാൾ ഉപരി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സാണ് അതിൻ്റെ 60% ഫ്യൂച്ചർ റവന്യൂവിനെ നിയന്ത്രിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചില കമ്പനികൾ, ആപ്പിൾ പോലുള്ള കമ്പനികളിലെ പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആപ്പിൾ പോലുള്ള കമ്പനിയുടെ പുതിയൊരു OS ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അത്തരത്തിൽ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് കസ്റ്റമേഴ്സിനെ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് കുറേ കസ്റ്റമേഴ്സ് അത്തരത്തിലുള്ള പ്രോഡക്റ്റിലേക്ക് അട്രാക്റ്റ് ആയി പോകുന്നു. ദെൻ 2% ഇൻക്രീസ് ഇൻ കസ്റ്റമർ റിട്ടൻഷൻ. അപ്പോൾ 2%, വെറും 2% കസ്റ്റമർ റിട്ടൻഷനിൽ ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ 10% ഡിക്രീസ് ഇൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. 10% ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ ഡിക്രീസ് ഉണ്ടാകുക. മീൻസ് കസ്റ്റമർ റിട്ടൻഷൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ അതിന് മനസ്സിലാകും. വെറും 2% കസ്റ്റമർ റിട്ടൻഷനിൽ ഇൻക്രീസ് ഉണ്ടായാൽ 10% ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിക്രീസ് ആവുക. Then 96% of unhappy customers do not complain, but 3 times likely to convey to other customers about their bad experience. അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് 96% ഓഫ് അൺഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സും കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബട്ട് 3 times likely to convey to other customers about their bad experience. പക്ഷേ അവരെന്ത് ചെയ്യും? ഫീഡ്ബാക്ക് കൊടുത്തില്ലെങ്കിലും മറ്റുള്ള ആൾക്കാരോട് പറയും ഈ ഒരു കമ്പനിയുടെ ഈ ഒരു പ്രോഡക്റ്റ് നല്ലതല്ല, നല്ലതാണെങ്കിൽ നല്ലതാണ്. അത്തരത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ ഒരു ഓർഗനൈസേഷനിൽ റീറ്റെയിൻഡ് ആയി പോയി കഴിഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് ഏറ്റവും നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ്. കാരണം അദ്ദേഹം പറയും ഈ ഒരു കമ്പനിയുടെ ഈ ഒരു പ്രോഡക്റ്റ് ഏറ്റവും നല്ലതാണ്. കാരണം മറ്റൊരു കമ്പനിയിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് എത്തുന്നില്ല എങ്കിൽ അദ്ദേഹം അഡ്വർടൈസ് ചെയ്യും ഈ ഒരു കമ്പനി ഈ ഒരു പ്രോഡക്റ്റ് ഓപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് മാത്രം ഓപ്റ്റ് ചെയ്യുക, ഇതാണ് ബെസ്റ്റ് എന്ന് പറയും. Then 91% of unhappy customers never purchase goods and service from you. അപ്പോൾ അൺഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ വാങ്ങിക്കില്ല. കാരണം എന്താണ്? ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റ് അതിനെക്കുറിച്ച് കൂടുതൽ കസ്റ്റമേഴ്സിനും നെഗറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് ഉള്ളതെങ്കിൽ അവിടുന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കില്ല. It costs 5 times more to attract the customer than retaining the existing customer. അപ്പോൾ റീറ്റെയിൻ ചെയ്യുന്ന കസ്റ്റമറിനെ നമുക്ക് എളുപ്പമാണ്. പുതിയൊരു കസ്റ്റമറിനെ നമുക്ക് 5 times എഫോർട്ടാണ്. അപ്പോൾ പുതിയൊരു കസ്റ്റമറിനെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് നമ്മുടെ ഒരു പ്രോഡക്റ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് മാക്സിമം സാറ്റിസ്ഫൈ ചെയ്ത് പോകാൻ സാധിക്കണം. ദെൻ കസ്റ്റമർ റിറ്റൻഷൻ ക്രിയേറ്റ്സ് കസ്റ്റമർ ലോയൽറ്റി ആൻഡ് മൂവ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ടു എ നെക്സ്റ്റ് ലെവൽ കോൾഡ് കസ്റ്റമർ ഡിലൈറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിലൈറ്റ് മോഡിലേക്ക് മാറുക എന്നുള്ളതിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഡിലൈറ്റ് മോഡാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഇറ്റ് ലീഡ്സ് ടു കസ്റ്റമർ റിറ്റൻഷൻ. ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കിട്ടുന്നു, കസ്റ്റമർ ചിന്തിക്കാത്ത കാര്യങ്ങൾ കിട്ടുന്നു, ദെൻ ഇറ്റ് ലീഡ്സ് ടു ഡിലൈറ്റ്. അപ്പോൾ ഇതൊക്കെ ചിലരുടെ കോഴ്സാണ് കസ്റ്റമർ റിറ്റൻഷൻ്റെ ഇമ്പോർട്ടൻസ്. അതിൽ ഡെമികൾ നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ഈസ് ബിസിനസ് കംസ് ഫ്രം റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ദാറ്റ് ബോസ്റ്റ് അബൌട്ട് യുവർ പ്രോഡക്റ്റ് ഓർ സർവീസ് and that brings friends with them. The next quote, smart companies have realized that customer loyalty is the most powerful sales
and marketing tool that they have. Then Steve Jobs, get closer than ever to your customers, so close that you tell them what they need well before they realize it themselves. അപ്പോൾ ഇതൊക്കെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ ഇമ്പോർട്ടൻസ്, കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ്. ദെൻ കസ്റ്റമറിനെ ഫോക്കസ് ചെയ്താൽ ഇറ്റ് ലീഡ്സ് ടു കസ്റ്റമർ റീറ്റൻഷൻ. അപ്പോൾ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുക, ആ ഒരു ലെവലിലേക്ക് ഓർഗനൈസേഷൻ വളരുക. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കസ്റ്റമർ റീറ്റൻഷൻ. എന്താണ് കസ്റ്റമർ റീറ്റൻഷൻ്റെ ഇമ്പോർട്ടൻസ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമർ റീറ്റെയിൻ ചെയ്യുക മീൻസ് അവിടെ കസ്റ്റമറും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ദെൻ ഇറ്റ് എൻഹാൻസസ് ദ ഗുഡ് വിൽ ഓഫ് എ ബ്രാൻഡ്. ഒരു ബ്രാൻഡിൻ്റെ ഉയർച്ചയ്ക്ക് അത് വളരെ സഹായിക്കും. ഇപ്പോൾ ആപ്പിൾ പോലുള്ള പ്രോഡക്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ അവർ അവരുടേതായ ഒരു സ്ഥാനം മാർക്കറ്റിൽ പ്ലേസ് ചെയ്യാൻ സാധിച്ചു. ഇറ്റ് ഐഡൻറ്റിഫൈസ് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഫ്യൂച്ചർ നീഡ്സ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഐഡൻറ്റിഫൈസ് ആൻഡ് എക്സ്പ്ലോർസ് വേരിയസ് സെയിൽസ് ഓപ്പർച്യൂണിറ്റീസ്. എന്തൊക്കെയാണ് പുതിയ സെയിൽസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആകും. Then it rectifies the flaws within the organization's policies and process. Then next important ആയിട്ടുള്ള കാര്യം, organizations can increase a revenue and reduce acquisition cost of the customers. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ റിറ്റൻഷൻ്റെ കാര്യം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചതിൻ്റെ സർവൈവൽ, അതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ, ഇത് രണ്ടും കൂട്ടാൻ സഹായകരമാകും. അപ്പോൾ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കസ്റ്റമറിനെ മനസ്സിലാക്കണം. അതനുസരിച്ച് കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കണം. ദെൻ തിരിച്ച് റിട്ടേൺ ആയിട്ട് പ്രോഫിറ്റ് വരും. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് അത് സഹായകരമാവുകയും ചെയ്യും. ദെൻ സ്ട്രാറ്റജീസ് ഫോർ കസ്റ്റമർ റീറ്റൻഷനാണ് നമ്മൾ നോക്കാൻ പോവുക. ഇംപ്ലിമെൻറ്റിങ് എ കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാം. അപ്പോൾ ഒരു കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാമിലൂടെ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. എങ്ങനെ? ഡിസ്കൗണ്ട് കൂപ്പൺസ്, റിവാർഡ് പോയിൻറ്റ്സ്, വൗച്ചേഴ്സ്. നമുക്കറിയാം ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നു. അതല്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡേഴ്സ് ആയിക്കോട്ടെ, അവർ വീണ്ടും നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ 50% ഓഫർ തരുന്നു. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഈ ഒരു റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടുന്നു. ഗൂഗിൾ പേ പോലുള്ള ആപ്പുകളാണെങ്കിൽ നമ്മളതിൽ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നു. അപ്പോൾ അത്തരത്തിൽ വീണ്ടും വീണ്ടും ആ ആപ്പുകൾ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. മീൻസ് അവിടെ ഒരു കസ്റ്റമർ റീറ്റൻഷനാണ് ശരിക്കും കൊണ്ടുവരുന്നത്. കാരണം ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടും കസ്റ്റമറിനെ ഹാപ്പി ആക്കിക്കൊണ്ടും വീണ്ടും വീണ്ടും കസ്റ്റമറിനെ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ കസ്റ്റമറിനെ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസിലേക്ക് റീറ്റെയിൻ ചെയ്ത് വയ്ക്കുന്നു. Then next is sales promotion. To encourage customers for a repeat purchase, sales promotion techniques should be used. And example ആയിട്ട് rebate or cashback, premium for regular purchase, collection schemes, etc. അപ്പോൾ റിപ്പീറ്റ് ആയിട്ടുള്ള പർച്ചേസിലൂടെ വീണ്ടും നമുക്കറിയാം പല ഷോപ്പുകളും, എക്സാമ്പിൾ ക്ലോത്ത് വിൽക്കുന്ന ഷോപ്പുകളുണ്ടാകും. നമുക്ക് അപ്പോൾ അവിടെ എന്ത് ചെയ്യും? നമ്മളൊരു ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ വീണ്ടും നമുക്ക് ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. അതോടൊപ്പം തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫറുകൾ തരും. അപ്പോൾ അത്തരത്തിൽ ക്യാഷ് ബാക്കുകൾ തരും. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്താണ്? വീണ്ടും നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ആ ഒരു സർവീസിലേക്ക് ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യം കസ്റ്റമറിൽ എത്തിച്ചേരുന്നു. Then training of employees. Various training programs are carried out by the organizations so that their employees can easily learn about the new product and services, team building skills, social skills, etc. അപ്പോൾ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ മാക്സിമം ട്രാക്ക് ചെയ്യാം, കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം ഒരു പ്രോഡക്റ്റ്, അപ്പോൾ അതിൻ്റെ സർവീസിങ് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കസ്റ്റമർക്കെങ്കിൽ
കസ്റ്റമർ ആ ഒരു പ്രോഡക്റ്റിൽ നിലനിൽക്കും. അപ്പം അതിന് കാരണം ആ എംപ്ലോയീസ് അവരുടെ ഒരു അപ്രോച്ചാണ്. അപ്പോൾ കസ്റ്റമറിനെ ഇത്തരത്തിൽ പ്ലീസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസൻറ്റേഷൻ, അത് ഡെലിവർ ചെയ്യുന്ന രീതിയിലേക്ക് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്ത് റീറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേസ്. Then these surveys are the best tool for identifying the points of improvements in a customer experience and also helps in identifying the customer needs. നമ്മൾ നേരത്തെ കണ്ടു എങ്ങനെ ഫീഡ്ബാക്ക് എടുക്കാം. ഓക്കെ, കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക്, കസ്റ്റമറിൻ്റെ സജഷൻസ്, ഇതിലൂടെയൊക്കെ കസ്റ്റമറിനെ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലിലേക്ക് സർവേസ് നടത്തിക്കൊണ്ട് കമ്പനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യാം. Then excellent customer service. To keep the customers happy and satisfied, the business organization should provide extraordinary service. Means അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഓൺ ടൈം ഡെലിവറി. നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കണ്ടു ഒരു പ്രോഡക്റ്റിനെ കുറിച്ചല്ലായിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു നെഗറ്റീവായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രോഡക്റ്റിന് റിവ്യൂസ് എടുക്കുമ്പോൾ 1 സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുക. നോക്കുമ്പോൾ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെഗറ്റീവ്സ് ഇല്ല, മറിച്ച് ഡെലിവറി ചെയ്തതിലുള്ള നെഗറ്റീവ്, ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്തില്ല, ലേറ്റായിട്ടുള്ള ഡെലിവറി ചെയ്തു, അതുപോലെ ഡെലിവറി ചെയ്ത ബോയ് ഓർ ഗേൾ അവരുടെ എക്സ്പീരിയൻസ്, അവർ എങ്ങനെയാണോ അവരോട് പെരുമാറിയത്, അപ്രോച്ച് ചെയ്ത് ആ രീതി ഇഷ്ടപ്പെടായ, അപ്പം അത്തരത്തിൽ കസ്റ്റമറുമായിട്ടുള്ള ഡീലിങ്സ് അത് ഏറ്റവും നല്ല രീതിയിലാണ് എങ്കിൽ കസ്റ്റമറിനെ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യും, അല്ലെങ്കിൽ കസ്റ്റമറിനെ അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ദെൻ കീപ്പ് ഇൻ ടച്ച് വിത്ത് ദ കസ്റ്റമർ. ഉദാഹരണം, കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, ദെൻ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് എങ്ങനെയുണ്ട്, ദെൻ ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടോ, അങ്ങനെ കസ്റ്റമറുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കസ്റ്റമറിനെ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്ത് കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കമ്പനിയിൽ പുതിയ ഓഫറുകൾ വന്നു കഴിയുമ്പോൾ അത് കസ്റ്റമറിലേക്ക് വിത്തിൻ ടൈം എത്തിച്ചുകൊണ്ട് എഗെയിൻ കസ്റ്റമറിനെ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നു. അത്തരത്തിൽ പതുക്കെ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യുന്നു. ദെൻ മെമ്പർഷിപ്പ് കാർഡ്സ് ഓർ ലോയൽറ്റി കാർഡ്സ് ടു ഹിസ് കസ്റ്റമേഴ്സ് ടു റീറ്റെയിൻ ദം. ഇപ്പം നമ്മൾ ചില മാളുകൾ, അതുപോലെ തന്നെ ഷോപ്പിംഗ് സെൻറ്ററിലൂടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് കാർഡ് തരും, ഫ്യൂച്ചറിൽ വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള ഒരു മെമ്പർഷിപ്പ് കാർഡൊക്കെ തരും. അപ്പോൾ അത്തരത്തിൽ ആ ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സർവീസുമായിട്ട് നമ്മളെ എപ്പോഴും ചേർത്ത് റീറ്റെയിൻ ചെയ്ത് നിർത്താൻ അത് സഹായിക്കുന്നു. Then seamless online and offline experiences. The online platform has provided retailers with an opportunity to remain 24/7 in touch with the customers. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അവർ കസ്റ്റമർ റീറ്റൻഷൻ എന്ന് പറയുന്ന ലെവൽ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു. Then integrating technology for retaining customers. With the advancement of technology, more and more companies are integrating their operations with technology to deliver better result. അപ്പോൾ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പുതിയതായിട്ടുള്ള ടെക്നോളജീസ്, ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, ദെൻ അതിൻ്റെ ആപ്പ് കസ്റ്റമറിൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ദെൻ ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആപ്പിലൂടെ ലഭിക്കും. അങ്ങനെ ഉള്ള ടെക്നോളജി, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യുന്നതിൽ പല കമ്പനീസും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് കസ്റ്റമർ ഓറിയൻറ്റേഷൻ എന്നുള്ളത് നോക്കാം. താങ്ക് യു.